ഇന്നൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണേ, നമുക്ക് നോക്കിയാലോ. അപ്പം ആദ്യം തന്നെ ഞാൻ ഇവിടെ എല്ലാ മാങ്ങയും തോടൊക്കെ കളഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തുമ്പോൾ അതിലിങ്ങനെ പുഴുക്കളൊക്കെ എന്തെങ്കിലും ഉണ്ട് നമുക്ക് പൊന്തി വരും. ആ സമയത്ത് നമുക്കത് ഒഴിവാക്കാം. എന്നിട്ട് ഞാനിതാ ചട്ടി ചൂടായതിന് ശേഷം അടുപ്പത്താണേ ചട്ടിയാണേ വെക്കുന്നത്. ചട്ടി ചൂടായതിന് ശേഷം എല്ലാ മാങ്ങയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിം ഞാൻ ആക്കിയിട്ടുണ്ട്, കാരണം പൊടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും നമ്മൾ ആദ്യം ഇടത്തില്ലേ, ചട്ടിയിൽ നേരെ മാങ്ങയാണ് ഇടുന്നത്. പിന്നെ പൊടികളായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, ഇത്രയേ തന്നുള്ളൂ. ഉപ്പുപൊടി എന്നുള്ളത് നിങ്ങൾക്ക് കല്ലുപ്പായാലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഇട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് എന്തിടണമെങ്കിൽ അതിടാം, ഞാൻ ഓപ്ഷനിലാണ്, ഞാൻ അത് ഇട്ടിട്ടില്ല. ഇത്രയും സാധനം ഇട്ടിട്ട് കുറച്ച് നെയ്യ്, 6 kg നെയ്യ്, ഒരുപാടൊന്നും വേണ്ട, ഒരു ഫ്ലേവറിന് നല്ലൊരു ടേസ്റ്റ് ആട്ടെ ഈ നെയ്യ് ആഡ് ചെയ്യുമ്പോൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം, അത് വേവാനുള്ള വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ആ മാങ്ങയൊക്കെ ഒന്ന് പൊന്തി നിൽക്കുന്ന രീതിക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. മാങ്ങ ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ആ പൊടികളൊക്കെ നല്ല പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ശർക്കര, ഞാൻ ഒരു അര ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, അത് നല്ലതുപോലെ ഇങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട്. ഈ ശർക്കരയും കൂടി കറിയിൽ ആഡ് ചെയ്യുമ്പോൾ കേട്ടോ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിക്ക് പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഞാനത് തുറന്നിട്ട് ഇതൊക്കെയിലേക്ക് തട്ടി കൊടുത്തിട്ട് നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് പിന്നെയും കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. പിന്നെ നമുക്ക് അരപ്പിനായിട്ട് ജാറിലേക്ക് ചെറിയ ജീരകം, അതും തേങ്ങയും പിന്നെ തൈര് ഞങ്ങൾക്ക് കാണിച്ചെന്നാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിപ്പോയതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക, വെള്ളം ആഡ് ചെയ്യാതെ ഇത്രയും ആക്കിയിട്ട് ഇതേപോലെ പേസ്റ്റ് ചെയ്ത് അരച്ചെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മാങ്ങ തിളച്ച് വരുന്ന സമയത്ത് ആഡ് ചെയ്താൽ മതി. ഞാൻ അപ്പോൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി തുറന്ന് വെച്ചാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വന്ന് കഴിഞ്ഞാൽ മാത്രം തേങ്ങേൻ്റെ അരപ്പ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ചാറൊക്കെ കുറുകി വന്ന സമയത്ത് ഞാൻ അരപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്, കാരണം തൈര് ഒഴിച്ചത് കൊണ്ട്. വേറെ ആഡ് ചെയ്തിട്ടൊന്നുമില്ല, വെള്ളമൊന്നും ആഡ് ചെയ്തില്ല. മറ്റ് ഹൈ ഫ്ലെയിമിലിട്ടാൽ വെള്ളം പോലെ എപ്പോവും കറി, അപ്പോൾ ഒരുപാട് തിളയ്ക്കും ചെയ്യരുത്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ തിളയൊക്കെ വരുത്തുന്നത്. എന്നിട്ട് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവുണ്ട് തോന്നിയുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ നെയ്യ് ഒഴിച്ചില്ലേ, അതേപോലെ തന്നെ കുറച്ച് നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ സമയത്ത് ആഡ് ചെയ്ത് കുറേശ്ശേ ഞാൻ ഒഴിക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഒഴിക്കുന്നില്ലേ. എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അപ്പം സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് താളിപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നെയ്യാണ് ഇതിന് പകരം ഒഴിക്കുന്നത് വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ എൻ്റെ നെയ്യ് തീർന്നു വേണ്ടാണ്. അതല്ല വെളിച്ചെണ്ണ ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇടുക. എന്നിട്ടൊന്ന് തീ കുറച്ചതിന് ശേഷം ഇത് രണ്ടും കൂടി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചെടുത്താൽ നമ്മൾ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പൊതുവേ മധുരത്തിൻ്റെ ആളല്ല, പക്ഷേ എനിക്ക് ഇന്ന് ഇഷ്ടമായി കേട്ടോ. അപ്പം ഫീഡ്ബാക്ക് പറയണേ.